ഹലോ എവരി വൺ, HSI നാച്ചുറൽ സയൻസ് എക്സാമിൻ്റെ ക്ലാസ്സസാണ് നമ്മളിന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. +1 ബയോളജിയിൽ വരുന്ന ദ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ ഒരു 5 മെയിൻ ടോപ്പിക്സ് ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് തിങ്സ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ, ടാക്സോണമിക് കാറ്റഗറീസ് ഓർ ക്ലാസിഫിക്കേഷൻ, മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി, ടാക്സോണമിക്കൽ എയ്ഡ്സ്. ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് തിങ്സ് ആണ്. ലിവിങ് തിങ്സ് അഥവാ ജീവനുള്ള വസ്തുക്കളെന്ന് പറയാനായിട്ട് അതിന് മെയിനായിട്ട് 3 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഓൾ ലിവിങ് ഓർഗാനിസംസ് ഗ്രോ. എല്ലാ ലിവിങ് ഓർഗാനിസംസും എന്ത് ചെയ്യുന്നുണ്ട്? വളരുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്. അപ്പോൾ ഗ്രോത്ത് സംഭവിച്ചു എന്ന് നമുക്ക് പറയണമെങ്കിൽ അതിന് എന്തൊക്കെ ഉണ്ടായിരിക്കണം? മാസിൽ ഇൻക്രീസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമ്പറിലും ഇൻക്രീസ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും മാസിൻ്റെ അതിൻ്റെ ഒരു വെയിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മാസിൻ്റെ ഇൻക്രീസും അതുപോലെ നമ്പറിൻ്റെ ഇൻക്രീസും എന്തെന്ന് പറയാം? ഗ്രോത്തിൻ്റെ ഇരട്ട സ്വഭാവം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഗ്രോസ് ബൈ സെൽ ഡിവിഷൻ. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് സെൽ ഡിവിഷൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ഇൻ പ്ലാന്റ്സ് ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ ഒക്കേഴ്സ് കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. In animals, this growth is seen only up to a certain age. Cell division occurs in certain tissues to replace lost cells. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ പ്ലാന്റ്സും വരും, അതുപോലെ തന്നെ അനിമൽസും വരും. പ്ലാന്റ്സിലാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ലൈഫ് സ്പാൻ, അവരുടെ ജീവിതം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ എന്ത് സംഭവിക്കുന്നുണ്ട്? സെൽ ഡിവിഷൻ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്തും സംഭവിക്കും? ഗ്രോത്തും സംഭവിക്കും. അതേസമയം അനിമൽസിലാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ഏജ് എത്തുന്നത് വരെ, അവരുടെ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തുന്നത് വരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവർക്ക് ഈ ഒരു സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതിനെ നമുക്ക് ഗ്രോത്ത് ഫേസ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് ആ ഒരു ടൈം വരെ കാണുന്നുള്ളൂ. അതിന് ശേഷം നടക്കുന്ന സെൽ ഡിവിഷനൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്തെങ്കിലും ഡാമേജോ റിപ്പയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇഞ്ചുറീസോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആവണമെന്നില്ല, ഈ അനിമൽസിൻ്റെ കേസിലും അങ്ങനെയാണ്. ഒരു ഡിഫക്റ്റൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൽ ഡിവിഷൻ മാത്രം, ഈ ഒരു നമുക്ക് നഷ്ടപ്പെടുന്ന സെൽസിനെ റീപ്ലേസ് ചെയ്യാനുള്ളത് മാത്രമായിരിക്കും അവിടെ സംഭവിക്കുന്നത്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഗ്രോസ് ബൈ സെൽ ഡിവിഷൻ. യൂണിസെല്ലുലാർ ഓർഗാനിസംസും സെൽ ഡിവിഷൻ വഴിയാണ് ഗ്രോ ചെയ്യുന്നത്. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് ഒറ്റ സെൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? സെൽ ഡിവിഷൻ വഴി ഇൻക്രീസ് ഇൻ നമ്പറാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എന്തെന്ന് പറയുന്നത്? റീപ്രൊഡക്ഷൻ. ഫംഗൈ മൾട്ടിപ്ലൈ ആൻഡ് സ്പ്രെഡ് ഈസിലി ഡ്യൂ ടു മില്യൺസ് ഓഫ് അസെക്ഷൽ സ്പോർസ് ദേ പ്രൊഡ്യൂസ്. അപ്പോൾ ഫംഗസ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അത് അസെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മില്യൺസ് ഓഫ് സ്പോർസ്, ഒത്തിരി സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അതെന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുകയും സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നത്. അതുവഴിയാണ് അതിൻ്റെ എന്ത് സംഭവിക്കുന്നത്? ഗ്രോത്ത് സംഭവിക്കുന്നത്. ഇൻ ലോവർ ഓർഗാനിസംസ് ലൈക്ക് ഈസ്റ്റ് ആൻഡ് ഹൈഡ്ര ബൈ ബഡിങ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമാണ്, ഫംഗസിൽ എന്ത് ചെയ്യുന്നു? അസെക്ഷൽ സ്പോർസ് വഴിയാണ്. ഈസ്റ്റിലും ഹൈഡ്രയിലും ബഡിങ് വഴിയാണ്. അതുപോലെ പ്ലനേറിയ അല്ലെങ്കിൽ ഫ്ലാറ്റ് വോംസിൽ ട്രൂ റീജനറേഷൻ എന്ന് പറയും. എ ഫ്രാഗ്മെൻറ്റ് ഓർഗാനിസം റീജനറേറ്റ്സ് ദ ലോസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്സ് ബോഡി ആൻഡ് ബിക്കംസ് എ ന്യൂ ഓർഗാനിസം. അതായത് പ്ലനേറിയയിലൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബോഡി പാർട്ട് ലോസ്റ്റ് ആയിട്ട് അത് റീജനറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതൊരു ഫ്രാഗ്മെൻറ്റ് ഫോം ചെയ്തിട്ട് അത് റീജനറേറ്റ് ചെയ്ത് പുതിയൊരു ഓർഗാനിസം, ന്യൂ ഇൻഡിവിജ്വലായിട്ട് ഫോം ചെയ്യുന്നു. The fungi, filamentous algae, the protonema of mosses all easily multiply by fragmentation. ഇനി ഫംഗസിന് നമ്മൾ അസെക്ഷൽ സ്പോർസ് പറഞ്ഞു, അതുപോലെ തന്നെ ഫ്രാഗ്മെൻറ്റേഷൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഫംഗസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഫിലമെൻ്റസ് ആൽഗയും പ്രോട്ടോണമ ഓഫ് മോസസിലും ഒക്കെ ഈ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ നടക്കുന്നുണ്ട്. ദെൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ലൈക്ക് എ ബാക്ടീരിയ, algae or amoeba. Reproduction is synonymous with growth, that is increase in the number of cells. അപ്പോൾ ബാക്ടീരിയയിലും ആൽഗയിലും അമീബയിലും ഒക്കെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗ്രോത്തിന് സിനോണിമസ് ആണ്, അല്ലെങ്കിൽ ഗ്രോത്തിന് സിമിലർ ആയിട്ട് നമുക്ക് പറയാം. കാരണം എന്താ? അവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നതും അത് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുന്നു? നമ്പറിൽ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് അതിൻ്റെ റീപ്രൊഡക്ഷൻ, മൾട്ടിപ്ലൈ ചെയ്ത്
നമ്പറിൽ ഇൻക്രീസ് ആവുന്നു. അതുകൊണ്ട് നമുക്ക് ഗ്രോത്തും റീപ്രൊഡക്ഷനും സിമിലർ ആണെന്ന് പറയാം. മെനി ഓർഗാനിസംസ് വിച്ച് ഡു നോട്ട് റീപ്രൊഡ്യൂസ്, അതുപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാത്തതായിട്ടുള്ള കുറേ ഓർഗാനിസംസ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് മ്യൂൾസ്, സ്റ്റെറൈൽ വർക്കർ ബീസ്, ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾസ്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ മെറ്റബോളിസം ആണ് ഗ്രോത്ത് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയാൻ പറ്റുന്നത്. ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ കെമിക്കൽ റിയാക്ഷൻസ് ഒക്യൂറിങ് ഇൻ അവർ ബോഡി ഈസ് മെറ്റബോളിസം. നോ നോൺ ലിവിങ് ഒബ്ജക്റ്റ് എക്സിബിറ്റ് മെറ്റബോളിസം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിൻ്റെ എല്ലാം ഒരു നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും നമുക്ക് ചേർത്ത് എന്തെന്ന് പറയാം, മെറ്റബോളിസം എന്ന് പറയാം. ഇത് നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ നോൺ ലിവിങ് ഒബ്ജക്റ്റിൽ, ഓർഗാനിസം എന്ന് പറയാൻ പറ്റത്തില്ല, ഒബ്ജക്റ്റാണ് നോൺ ലിവിങ് ആകുമ്പോൾ അതിൽ ഈ ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കത്തില്ല. സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി ഈസ് ദ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലൈഫ് ഫോംസ്. ഫോട്ടോ പീരീഡ് അഫക്ട്സ് റീപ്രൊഡക്ഷൻ ഇൻ സീസണൽ ബ്രീഡേഴ്സ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. മെറ്റബോളിസത്തിൻ്റെ കൂടെ ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് എന്താ, സെല്ലുലാർ അറേഞ്ച്മെൻറ്റ്. ആ സെല്ല് അറേഞ്ച് ചെയ്തിരിക്കുന്ന സെല്ലും അതിൻ്റെ ഓർഗനൽസും മറ്റു കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതിൻ്റെ മെറ്റബോളിസത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഡിഫറൻഷിയേഷനൊക്കെ വരുന്നത്. അപ്പോൾ അത് ലൈഫ് ഫോംസിൻ്റെ ഒരു മേജർ ഫീച്ചറായിട്ട് വരും. ദെൻ ഫോട്ടോ പീരീഡ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും റീപ്രൊഡക്ഷന് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോട്ടോ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ലൈറ്റ് എത്രത്തോളം ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ലൈറ്റ് അതിന് എത്രത്തോളം ആവശ്യമാണ് അതിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് അതിൻ്റെ ലൈറ്റ് എത്രത്തോളം ആവശ്യമാണ്, എത്ര ഡ്യൂറേഷൻ ആവശ്യമാണ് എന്നുള്ളത് ആണ് അതിൻ്റെ ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത്. ചില അനിമൽസിലും റീപ്രൊഡക്ഷന് ഇതെന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. Human beings is the only organisms who is aware of himself, that is has self consciousness. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഹ്യൂമൻ ബീങ്സിന് മാത്രമാണ് സ്വന്തമായിട്ടൊരു അവയർനെസ് ഉള്ളത്. അതായത് സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ള ഒരു ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ ബീങ്സ് ആണ്. കോൺഷ്യസ്നെസ് ബിക്കംസ് ദ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഓർഗാനിസം. അതുപോലെ കോൺഷ്യസ്നെസ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് മാറുന്നുണ്ട് ജീവനുള്ള വസ്തുക്കളുടെ. അപ്പോൾ ലിവിങ് ഓർഗാനിസംസിൻ്റെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഗ്രോത്ത്, പിന്നെ റീപ്രൊഡക്ഷൻ, ദെൻ മെറ്റബോളിസം, അതുപോലെ സെല്ലുലാർ ഓർഗനൈസേഷൻ പറയാം, കോൺഷ്യസ്നെസ് പറയാം. ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള മറ്റ് ടോപ്പിക്സിൻ്റെ ഡിസ്കഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക് യു.